ഒരാൾ നന്നാവാനും വലിയ പണിയൊന്നുമില്ല, ഒരാൾ കേടുവരാനും അത്രയും പണിയില്ല. നന്നാവാൻ വലിയ പണിയില്ല. നന്നാവാൻ ഒരു തീരുമാനമേ വേണ്ടുള്ളൂ. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും. ഞാൻ നേരാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ മാറും. ഇതേപോലെ തന്നെ കേടുവരാനും, ഞാൻ കേടുവരാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തെ നന്നാക്കിയെടുക്കുക. ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുക. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പുണ്യം നൽകപ്പെട്ടിട്ടുണ്ട്, വലിയ പുണ്യം പറയപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ എപ്പോഴും കൂടെ ഉണ്ടാകുക. എന്ത് കാര്യം, ബസ്സിന് പൈസ കൊടുക്കുമ്പോഴും ബിസ്മില്ലി കൊടുത്താൽ എന്താപ്പം നഷ്ടം? ബസ്സിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ബിസ്മില്ലി കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോൾ ഒരു ബിസ്മില്ലി കൊടുക്കുക. സാധനം നമ്മളൊരു ബിസ്മില്ലിയിട്ട് വാങ്ങുക. വലത്തേതുകൊണ്ട് കൊടുക്കുക, വലത്തേതുകൊണ്ട് വാങ്ങുക, വലത്തേതുകൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത്തേതുകൊണ്ട് വെള്ളം കുടിക്കുക. ഇടത്തെ കൈ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത്. ഇടത്തേത് വേണ്ടോടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത്. എല്ലാ കാര്യങ്ങളും ബിസ്മില്ലിയിട്ട് ചെയ്യാം. വസ്ത്രം ധരിക്കുമ്പോഴും ശരിക്കും ഈ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തുടക്കത്തിലാണ് ബിസ്മില്ല ഉണ്ടായി. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്നുള്ളിടത്ത് നമ്മൾ പ്രധാനമായും ചെയ്യാറുള്ളത് തുണി എടുക്കുമ്പോൾ ബിസ്മില്ലോ. പക്ഷേ അധികവും ആദ്യം ധരിക്കുന്ന വസ്ത്രം ഷെഡ്ഡി ആയിരിക്കും, അണ്ടർവെയർ ആയിരിക്കും അധികം ആൾക്കാരും ധരിക്കുക. പക്ഷെ അപ്പോൾ ബിസ്മില്ല മറക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബിസ്മില്ല മറക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതാണ് ആദ്യം ധരിക്കുന്ന വസ്ത്രം. പിന്നെ അത് നമുക്ക് സമാധാനിക്കാം. പ്രധാനപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തുണി എടുക്കുമ്പോൾ മതി എന്നൊക്കെ ആണെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഇത് കേട്ട ആരും അങ്ങനെ വിചാരിക്കണ്ട. അല്ലാത്തവർ ചെല്ലണത് അങ്ങനെയാണെന്ന് വിചാരിച്ചോളി. അങ്ങനെയല്ലോ. വേറെയുള്ളവർ ചെയ്യണതിന് നമുക്ക് എന്ത് ന്യായം പറയാം, നമ്മൾ ചെയ്യണതിന് ഒരു ന്യായം പറയാതിരുന്നാൽ മതി. മറ്റുള്ളവർ ചെയ്യണതിന് ഇപ്പോൾ പള്ളിക്ക് ഇങ്ങനെ ജമാഅത്ത് നടക്കുകയാണ്, ദുർസ്കാരം, ഒരാളതിൻ്റെ മുമ്പ് കൂടെയാണ് നടന്നുപോയി. അതും അവന് അത്യാവശ്യം ഒന്ന് ബാത്റൂം പോകാനുണ്ടായും, അതേക്കാരം പോയതെന്ന് വിചാരിക്കാം. പക്ഷെ ആ പോയ ആൾ നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. പിറ്റേന്നും അതേ നേരത്ത് ലോറ് ജമാഅത്ത് നടക്കുമ്പോൾ മൂപ്പര് പള്ളീൻ്റെ മുമ്പ് കൂടെയാണ് പോയി. അത് ചിലപ്പം വീണ്ടും ബാത്റൂം പോകാനേക്കാരം. ഇന്നലെ മുട്ടി അതേ നേരത്ത് ഇന്നും മുട്ടിയിട്ടുണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. ഞമ്മക്കൊരു ന്യായവും ഇല്ല, വേറുള്ളവർക്കെല്ലാം ന്യായം കൊടുക്കണം. നമ്മൾ നേരെ തിരിച്ചുള്ളത്. നമ്മൾ ചെയ്യണതിനൊക്കെ നമുക്ക് ന്യായമുണ്ട്, വേറുള്ളവർക്കൊന്നും ഒരു ന്യായവും ഇല്ല.